അപ്പൊ ക്യുസാറ്റിന്റെ അലോട്ട്മെന്റ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം, നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. ഒരു PDF കിട്ടും. അപ്പൊ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് PGയുടെയും ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഇപ്പം കറന്റ് അതാണ് നടക്കുന്നത്. അതിൻ്റെ അത് 3-ാം തീയതി തൊട്ട് 9-ാം തീയതി വരെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല, റീഅറേഞ്ച്മെന്റേ ഉള്ളൂ. കാരണം നിങ്ങൾ എഴുതിയ എക്സാം അനുസരിച്ച് വരും, ഡിഫോൾട്ട് ആയിട്ട് ഒരു അറേഞ്ച്മെന്റ് വരും. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കോഴ്സ് ലാസ്റ്റ് ആയിരിക്കും, അതിന്റെ മുകളിലോട്ടും താഴോട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്ന മാത്രം പ്രൊസീജിയറേ ഉള്ളൂ. അപ്പൊ അതിന്റെ അലോട്ട്മെന്റ് തീരുന്നത് ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് തീരുന്നത് 9-ാം തീയതിയാണ്. അലോട്ട്മെന്റ് വരുന്നത്, ഇത് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് 12-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് 12-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങളെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളെ സീറ്റ് പോകും, നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിന്ന് റിജക്ട് ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ച ആ സീറ്റ് ബുക്ക് ചെയ്തിട്ടേക്കണം. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് 17-ാം തീയതി ഫീസ് അടച്ചെല്ലാം കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് 21-ാം തീയതി വരും. അപ്പോൾ ഉള്ള ഫീ റെമിറ്റൻസിന്റെ 21 തൊട്ട് 25-ാം തീയതി വരെയാണ്. പിന്നെ നമ്മുടെ ബിടെക്കിന്റെ അത് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് കിട്ടുന്ന. ഒരു 15 ദിവസത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇപ്പൊ നിലവിൽ പോകുന്നതെന്ന് വെച്ചാൽ PG പ്രോഗ്രാമും ഇന്റഗ്രേറ്റഡ് കോഴ്സും ഉണ്ട്. അത് 9-ാം തീയതി വരെയാണ്. അതിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് 12-ാം തീയതി. 12-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ഫീ റെമിറ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന 21-ാം തീയതി. 21 തൊട്ട് 25 വരെ അതിന്റെ ഫീസ് അടയ്ക്കാനുള്ളതുണ്ട്. ബിടെക്കിന്റെ ഇനി 10-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ തുടങ്ങത്തുള്ളൂ. ബിടെക്കിന്റെ 10-ാം തീയതിയാണ് തുടങ്ങുന്നത്, ബിടെക്കിന്റെ തുടങ്ങിയിട്ടില്ല.